ആദ്യം ചിന്ത ജെറോമിലേക്ക് പോവുകയാണ്. ചിന്ത, ഇന്നിപ്പോൾ കോടതിയുടെ വിധിയല്ല വന്നിരിക്കുന്നത്. കോടതി ആ കേസ് തീർപ്പാക്കിയിരിക്കുന്നു. പക്ഷേ തീർപ്പാക്കുമ്പോഴും അതിശക്തമായ പരാമർശങ്ങളും കർശനമായ നിർദ്ദേശങ്ങളുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങളെ ചിന്ത എങ്ങനെ കാണുന്നു? എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ജസ്റ്റിസിൻ്റെ വിധി, അദ്ദേഹത്തിൻ്റെ ഓരോ പരാമർശങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഏറെയും കുറഞ്ഞും സമാനമായ സാഹചര്യങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള അപമാനിക്കപ്പെടലുകളിലൂടെയും കടന്നു പോകുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്ന ഓരോ സ്ത്രീകളും. അതിന് ഏത് രംഗം എന്നില്ല, സിനിമ മാത്രമോ അല്ലെങ്കിൽ കലാരംഗമോ രാഷ്ട്രീയമോ എന്നല്ല. നമ്മൾ ഏതെങ്കിലും പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിൻ്റെ മേലിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സ്ത്രീ പക്ഷത്ത് നിന്നു എന്നുള്ള ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ജസ്റ്റിസിൻ്റെ വിധി പ്രഖ്യാപനത്തിനകത്ത് പറയാം. സ്ത്രീ പക്ഷം തന്നെയാണ്, മനുഷ്യപക്ഷം തന്നെയാണ്. ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. തീർച്ചയായും വളരെ സന്തോഷത്തോടും ആശ്വാസത്തോടും ഇത് സമൂഹത്തിലാകെ ഒരു ചേഞ്ച് ഉണ്ടാക്കും, ഒരു മാറ്റമുണ്ടാക്കും, വളരെ പോസിറ്റീവായൊരു മാറ്റമുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്. ചിന്ത, ഇതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ഇനി അത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതെന്ത് എന്നുകൂടി കോടതി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രോസിക്യൂഷനോട് ആ വീഡിയോ ഹാജരാക്കാൻ ഇന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകളുടെ സ്വീകരണം ഒരുക്കലുണ്ടായിട്ടുണ്ട്, പടക്കം പൊട്ടിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അവിടെ ആദ്യം അയാൾ പറഞ്ഞത് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന തടവുകാരെക്കുറിച്ചാണ്, അവരോടുള്ള സഹതാപത്തെക്കുറിച്ചാണ്, അവർക്ക് നൽകാനിരിക്കുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് താൻ അവിടെ ഒരു ദിവസം വൈകിയതെന്ന് അയാൾ പറയുന്നു. പക്ഷേ പിന്നീട് കോടതിയിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണ് എന്നും തനിക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് ഈ ഉത്തരവ് വരാൻ വൈകി അതെന്തുകൊണ്ടാണ് എന്ന് തനിക്കറിയില്ല, അത് പരിശോധിക്കണമെന്നും മാറ്റി പറയുകയായിരുന്നു. കോടതി കൃത്യമായും ഇനി കോടതിയുടെ കണ്ണുകൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ മേൽ ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം കൂടിയല്ലേ നൽകുന്നത്? അതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെയല്ലേ, ഞങ്ങൾക്കെതിരെയല്ലല്ലോ എന്ന് ബാക്കിയുള്ളവർക്ക് ആശ്വസിക്കാനുള്ള വകയാണോ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ? ഒരിക്കലും അങ്ങനെ ആശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരു ദിവസം കൊണ്ട് ശ്രീ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വഭാവത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതിലെല്ലാം വന്നിട്ടുള്ളൊരു മാറ്റം വളരെ ക്ലിയറാണ്. നമ്മളത് വളരെ വ്യക്തമായി കാണുകയാണ്. അപ്പോൾ ആ മാറ്റം ശരിക്കും ഇത് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നൊരു മാറ്റമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നലെ വരെ തുടർന്നു വന്നൊരു രീതി അത് ഇനിയും അങ്ങനെ മുമ്പോട്ട് പോയാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം വ്യക്തിപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് മേഖലകളിലും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും വന്നിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു, വാർത്താ സമ്മേളനം ഒഴിവാക്കുന്നു, ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് ചില നാടകങ്ങളൊക്കെ ആദ്യം ഉയർത്തിക്കൊണ്ട് വന്നല്ലോ. അപ്പം അതിനെ ആ അർത്ഥത്തിൽ തന്നെ കോടതി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അദ്ദേഹം കാണിക്കുന്ന പ്രകടനങ്ങളും പ്രഹസനങ്ങളും ഒക്കെ എന്താണ് എന്ന് കോടതി ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി അതുപോലെ തന്നെ കോടതി അതിനെ പരാമർശിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. നീതിന്യായ വ്യവസ്ഥിതിയിലേക്ക് ആശ്രയിക്കാനുള്ള നമ്മുടെ എല്ലാം പ്രതീക്ഷയെ വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ശ്രീ ബോബി ചെമ്മണ്ണൂരിനുണ്ടായ മാറ്റം അത് പൊതുവെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമായി അതൊരു മാറ്റമായി ചിന്ത ഇപ്പോഴും കരുതുന്നുണ്ട് എന്നാണോ? അതൊരു മാറ്റമാണോ അതോ ഭയപ്പാടിൽ നിന്നുണ്ടായ ഒരു പ്രതികരണമാണോ? കാരണം അയാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടിക്കാൻ വന്നവരെ താൻ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പിന്നീട് ഒരുമിച്ച് കൂടാം, ഇപ്പോൾ പുറത്തുനിന്ന് വേണ്ട, എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമാകും, അതായത് പിന്നീട് ആഘോഷിക്കാൻ, രഹസ്യമായി ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദപ്രകടനം, അല്ലാതെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും തമാശ, വിത്തിൻ കോഡ്സ് തമാശ എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ആ തമാശ ബാക്കിയുള്ളവർക്ക് വേദനിച്ചെങ്കിൽ ആ തമാശ ഇനി പറയുന്നില്ല.
പക്ഷെ തൻ്റെ ഉള്ളിലുള്ളത് ഈ തമാശ തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ തിരുത്താൻ സാധിക്കുക എളുപ്പമല്ല. അപ്പോൾ കർക്കശമായ നടപടികളിലൂടെ പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമാകുമെന്നൊരു ബോധ്യത്തിലേക്ക് എത്തിക്കുക, അതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ അവിടെ എത്തിയ ആഘോഷ കമ്മിറ്റിക്കാർ പലയിടത്തും ഇങ്ങനെ ആഘോഷ കമ്മിറ്റിക്കാരായി വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ സമയത്തായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു കൂട്ടം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആഘോഷിക്കാൻ ഒരു കൂട്ടർ. അത് എല്ലായിടത്തും അവർ എത്തിച്ചേരും എന്നുള്ളതാണ്. അങ്ങനെ എത്തിയവരെയാണ് ഇന്നും നമ്മൾ ജയിലിന് മുന്നിൽ കണ്ടത്. ചിന്ത അതെ, അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കോടതിയുടെ വളരെ ഷാർപ്പായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമാണ്. ഇനിയും ഇത്തരത്തിൽ തുടർന്നാൽ അത് അദ്ദേഹത്തിന് വലിയ തോതിൽ പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന മാറ്റമാണ്. അല്ലെങ്കിൽ അങ്ങനൊരു പശ്ചാത്താപമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം അങ്ങനൊരു സമീപനം അല്ല സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ കോടതി ഇടപെട്ടു, കോടതി വളരെ ഷാർപ്പായി അതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ നിലപാടിനകത്തുണ്ടായ ഭയത്തിൽ നിന്ന് ഉയർന്നു വന്ന മാറ്റമാണ്. പക്ഷേ എനിവേ അത് നമ്മളൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനൊരു പ്രതീക്ഷ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ഇത്തരം എന്തും പറയാം, വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം, സ്ത്രീയെ ഏത് വിധത്തിലും ആക്ഷേപിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുമായി നിൽക്കുന്നവർക്ക് ഇതൊരു ഭയം ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ കൂടുതൽ സ്ത്രീകൾക്ക് തുറന്നു പറയാനും പരാതി കൊടുക്കാനുമുള്ളൊരു ധൈര്യം കൂടി ഹണി റോസ് സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. പക്ഷേ വേഗത്തിന്റെ കാര്യത്തിൽ ചിന്ത എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിന്ത അതിൽ ഇതിന്റെ വേഗത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഹണി റോസ് ആയതുകൊണ്ട് ഹണി റോസിന് DGPയെ ബന്ധപ്പെടാൻ സാധിക്കുന്നു, ഹണി റോസിന് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ സാധിക്കുന്നു. കാര്യങ്ങൾക്ക് വേഗം വെച്ചത് അതുകൊണ്ടല്ലേ? പോലീസിന്റെ പെട്ടെന്നുള്ള ആക്ഷൻ എത്ര കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്, എത്ര സൈബർ കേസുകളിൽ ഉടനടി നടപടി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇല്ലേ? നമുക്ക് തന്നെ വ്യക്തിപരമായ അത്തരം അനുഭവങ്ങളില്ലേ? വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാവുക വളരെ ചുരുക്കമാണ്. അല്ല, നമ്മൾ അങ്ങനെ അതിനെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഹണിയുടെ പരാതിയിന്മേൽ വളരെ കൃത്യമായി ഗവൺമെൻറ് ഇടപെടുന്നു എന്നുള്ളത് അതിൻ്റെ ആ പോസിറ്റീവ് വശത്തെ നമ്മൾ കാണുക. അപ്പം അതിനകത്ത് വീണ്ടും ഇത് ഹണി ആയതുകൊണ്ടല്ലേ എന്നൊരു ചോദ്യം അത്ര പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ എല്ലാ സ്ത്രീകളും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. എല്ലാ മനുഷ്യർക്കും തുല്യമായി പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതിനകത്തെല്ലാം കൃത്യമായ ഫോളോ അപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാം. ഉടൻ തന്നെ അതിൻ്റെ പ്രതികരണവും മറുപടികളും ലഭിക്കും. ആ കലാകാരി അത്തരത്തിൽ ഇടപെട്ടു, മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെട്ടു എന്നുള്ളൊരു ഭാഗം നിലനിൽക്കുമ്പോഴും അവർക്ക് മാത്രം ലഭിക്കുന്ന പരിഗണനയല്ല, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും അത് ലഭിക്കുന്നുണ്ട്. നമ്മളത് കൂടുതൽ ഉപയോഗപ്പെടുത്താനും ധൈര്യപൂർവ്വം മുമ്പോട്ട് വരാനും ഈ സംഭവം നമുക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.